ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മം. ഭാസ്കരനായിരുന്നോ? എത്ര നാളെ കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു. എന്ത് പേരെ വിളിച്ചേ? ഇറ്റാമൻ. ആ അങ്ങനെയല്ലേ കേട്ടത്? ഞാൻ ശ്രദ്ധിച്ചു. ഇറ്റാമൻ അങ്ങനെയൊക്കെ പേരുണ്ടോ? ആ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും കൊള്ളാല്ലേ, ദേഷ്യം പടുമ്പോ ചീത്ത വിളിക്കാൻ പറ്റിയവര്. പേടിച്ചോ? കളിയാക്കതടാ. സോറി ഏട്ടാ. ആ അതെ, ഒരുമാതിരി ഇറ്റാമ വർത്താനം പറയല്ലേ. മതി, ഒരുമാതിരി സുധീഷാവല്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥമൊക്കെ ഒന്നല്ലേ. बालों में फूल है। हाँ പൂവിനെ ഫൂൽ ഫൂൽ. अब ठीक। എടി അശ്വിൻ എവിടെ പോയടി? എന്തോ ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. അമ്മേ, അശ്വിനുള്ളപ്പോ അമ്മ അവരോട് തർക്കിക്കാനും വഴക്കിടാനും പോവല്ലേ? എന്നോട് ചോദിക്കുവാ. എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ വരുന്ന അതേ ദിവസം നോക്കി ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. അഡ്രസ് കൊടുത്തത് ഗംഗാധര മാമനല്ലേ? ആ അതായി എനിക്ക് മനസ്സിലാവാത്തെ. ഇവരുടെ അച്ഛനാ ഭാസ്കരൻ അറിയാത്ത സ്ഥലം വല്ലതുമാണോ ഇത്? എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ. എന്തോ ഉണ്ടച്ചുരുട്ടുണ്ട്, അത് ഉറപ്പാ. മഴക്കോളാ. ആ പെയ്യത്തില്ലായിരിക്കും. अभी बारिश आने वाली है। നന്നായിട്ട് തൊഴുതില്ലേ? നിങ്ങൾ എന്തായാലും വന്നത് നല്ല സമയത്താ. നാളെ കർക്കിടക ഷഷ്ടിയല്ലേ? ഈ അമ്പലത്തിൽ അത് വലിയ വിശേഷാ. എന്താ വിശേഷം? കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനോ ആരുടെയെങ്കിലും കഷ്ടകാലം മാറ്റാനോ ഉണ്ടെങ്കിൽ ആ ആളിന്റെ അടുത്ത ബന്ധുക്കൾ ശൂലം കുത്തി അമ്പലം പ്രദർശനം ചെയ്യും. ശൂലം തുള്ളലെന്ന് പറയും. അത് ചെയ്യാനായി ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. എന്റെ ചേട്ടാ, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാ? ആചാരങ്ങൾ ദിവസം തോറും കൂടി വരികയല്ലേ. പണ്ടില്ലായിരുന്ന പല ആചാരങ്ങളും ഇപ്പൊ ഉണ്ടായി വരികയല്ലേ.